നിങ്ങളുടെ കുഞ്ഞിന്റെ തലയുടെ ഒരു വശം പരന്നിട്ടാണോ ഇരിക്കുന്നത്? അല്ലെങ്കിൽ തലയുടെ ആകൃതി ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പല അമ്മമാരും സിസ്റ്ററെ, കുഞ്ഞിന്റെ തലയ്ക്ക് നല്ല ആകൃതി കിട്ടാൻ കടുക്കു തലയിണ വെക്കാമോ എന്ന് പേടിയോടെ ചോദിക്കാറുണ്ട്. നവജാത ശിശുക്കളുടെ തലയോട്ടി വളരെ മൃദുവായതുകൊണ്ട് നമ്മൾ വരുത്തുന്ന ചെറിയ തെറ്റുകൾ പോലും അവരുടെ തലയുടെ ആകൃതി മാറ്റാൻ കാരണമാകും. പണം മുടക്കാതെ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞിൻ്റെ തലയുടെ ആകൃതി എങ്ങനെ ശരിയാക്കാം? ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവജാത ശിശുക്കളിലെ തലയുടെ ആകൃതിയും സംരക്ഷണവും പരന്ന തല എങ്ങനെ ഒഴിവാക്കാം എന്നതുമാണ്. നവജാത ശിശുക്കളുടെ തലയോട്ടിയിലെ എല്ലുകൾ വളരെ മൃദുവായതാണ്. ഒരേ വശത്ത് തന്നെ തുടർച്ചയായി കിടത്തിയാൽ തലയുടെ ആകൃതി മാറാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ തടയാം? വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് തല പരന്നു പോകുന്നത്? കുഞ്ഞിന്റെ തലയോട്ടിയിലെ എല്ലുകൾക്കിടയിൽ ഫോണ്ടനൽസ് എന്ന വിടവുകൾ ഉണ്ടാകും. തലച്ചോറിന്റെ വളർച്ചയ്ക്കും പ്രസവ സമയത്ത് കുഞ്ഞ് എളുപ്പത്തിൽ പുറത്തേക്ക് വരാനും വേണ്ടിയാണ് പ്രകൃതി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ചെറിയ സമ്മർദ്ദം പോലും തലയുടെ ആകൃതിയെ ബാധിക്കും. ഒരേ പൊസിഷൻ, കുഞ്ഞ് എപ്പോഴും ഒരേ വശത്തേക്ക് തന്നെ തല ചരിച്ചു കിടക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ എല്ലുകൾ അമരുകയും പരന്ന ആകൃതി ആവുകയും ചെയ്യും. രണ്ടാമതായി, പേശികളുടെ ബലക്കുറവാണ്. ചില കുഞ്ഞുങ്ങൾക്ക് കഴുത്തിലെ പേശികൾക്ക് ബലം കുറവായതുകൊണ്ട് ഒരു വശത്തേക്ക് തന്നെ തല ചരിക്കാനുള്ള പ്രവണത ഉണ്ടാകാം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പൊസിഷൻ മാറ്റുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. തലയുടെ ആകൃതി ശരിയാക്കാൻ മരുന്നുകളേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ കിടത്തുന്ന രീതിയാണ്. ആദ്യമായി വശങ്ങൾ മാറ്റുക. കുഞ്ഞിനെ ഉറക്കുമ്പോൾ എപ്പോഴും മലർത്തി തന്നെ കിടത്തണം. ഇത് സുരക്ഷിതമാണ്. എന്നാൽ തലയുടെ വശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊടുക്കുക. ഒരിക്കൽ ഇടത്തോട്ടാണെങ്കിൽ അടുത്ത തവണ വലത്തോട്ട് തിരിച്ചു വെക്കുക. അടുത്തതായി, മുലയൂട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാല് കൊടുക്കുമ്പോഴും തോളിലിടുമ്പോഴും വശങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നത് തലയുടെ ഒരു വശത്ത് മാത്രം സമ്മർദ്ദം വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ശ്രദ്ധ തിരിക്കുക. കുഞ്ഞ് എപ്പോഴും ജനലിൻ്റെ വശത്തേക്കോ വെളിച്ചമുള്ള ഭാഗത്തേക്കോ നോക്കാൻ ഇഷ്ടപ്പെടും. അതുകൊണ്ട് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തുമ്പോൾ ദിശ മാറ്റി കിടത്തിയാൽ അവർ സ്വാഭാവികമായും തല തിരിച്ചു നോക്കും. തലയുടെ ആകൃതി വട്ടത്തിലാകാൻ ഏറ്റവും മികച്ച വഴിയാണ് കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോൾ കമഴ്ത്തി കിടത്തുന്നത്. എപ്പോൾ തുടങ്ങാം? ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ എത്തിയത് മുതൽ നിങ്ങളുടെ മേൽനോട്ടത്തിൽ കുഞ്ഞിനെ പതുക്കെ കമഴ്ത്തി കിടത്താം. ഇതിൻ്റെ ഗുണങ്ങൾ: ഇത് കുഞ്ഞിൻ്റെ കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് ബലം നൽകും. തലയിലെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. കുഞ്ഞ് ഉറങ്ങുമ്പോൾ ഒരിക്കലും കമഴ്ത്തി കിടത്തരുത്. അവർ ഉണർന്ന് ഇരിക്കുമ്പോൾ മാത്രം 2-3 മിനിറ്റ് വീതം ഇത് ചെയ്യുക. പലരും തല വട്ടത്തിലാകാൻ കടുക് തലയിണ അല്ലെങ്കിൽ വളയങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇത് കടുക് തലയിണ എന്തിനുപയോഗിക്കണം? ഇത് തലയുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുമെങ്കിലും അമിതമായ കനം ഉള്ള തലയണകൾ കുഞ്ഞുങ്ങൾക്ക് നൽകരുത്. അടുത്തതായി, മൃദുവായ പ്രതലമാണ്. കട്ടിയുള്ള പ്രതലത്തിൽ കുഞ്ഞിനെ ദീർഘനേരം കിടത്തരുത്. എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? തലയുടെ ആകൃതിയിൽ വലിയ രീതിയിലുള്ള മാറ്റം കാണുകയോ കുഞ്ഞ് കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ആണെങ്കിൽ പീഡിയാട്രിഷ്യനെ കണ്ട് നമുക്ക് ഉപദേശം തേടാം. കുഞ്ഞിൻ്റെ തലയുടെ ആകൃതി ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല. അത് ശരിയായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ദൈനംദിന പരിചരണത്തിൽ ഉൾപ്പെടുത്തിയാൽ കുഞ്ഞിന് നല്ല വട്ടത്തിലുള്ള തല ലഭിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.